നമസ്കാരം. ബോസ്കോ ക്യാമ്പസ് വിഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ജോസഫ് ചാക്കോ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ BBA BCom വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടി എന്ന് പറയുന്നത് മറ്റൊരാൾ കടമെടുത്ത തുക അയാൾ കൊടുത്തില്ല എങ്കിൽ അത് കൊടുക്കാമെന്ന് അല്ലെങ്കിൽ അത് വീട്ടിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകുന്ന വ്യക്തിയാണ് ഷുവർട്ടി എന്ന് പറയുന്നത്. ആ ഉറപ്പ് നൽകുന്ന വ്യക്തിയുടെ ബാധ്യത, ലയബിലിറ്റിയുടെ സവിശേഷതകളും അതിൻ്റെ വ്യാപ്തിയുമാണ് നമ്മൾ ഈ വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. നമ്പർ 1, surety's liability is co-extensive. Number 2, the liability of the surety can also be limited. Number 3, the liability of the surety arises immediately on default of the principal debtor. Number 4, the liability of surety where the original contract between creditor and principal debtor is void or voidable. Number 5, the liability of the surety is secondary. First point, surety's liability is co-extensive. Surety is liable for whole of the amount for which the principal debtor is liable to the creditor. The liability of the surety is co-extensive with that of principal debtor. Whatever amount of money a creditor can legally realize from the principal debtor, including principal amount, interest, damages, etc., the same amount can be recovered from the surety by the creditor. Example, A gave a guarantee to B for the repayment of the loan from C. On the due date, C failed to repay the loan. In this case, A is liable for the loan amount, interest, damages, etc. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിയുടെയും പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെയും ബാധ്യത അഥവാ ലയബിലിറ്റി എന്ന് പറയുന്നത് കോ എക്സ്റ്റെൻസീവ് ആണ്. കോ എക്സ്റ്റെൻസീവ് എന്ന് വെച്ചാൽ സമവ്യാപ്തമാണ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തുല്യമാണെന്നാണ്. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഡെറ്റർ എത്ര തുകയാണോ കടമെടുത്തിരിക്കുന്നത് ആ മുഴുവൻ തുകയ്ക്കും പ്രിൻസിപ്പൽ ഡെറ്റർ ബാധ്യസ്ഥനാകുന്നത് പോലെ തന്നെ ഷുവർട്ടിക്കും ബാധ്യത ഉണ്ട്. ഇപ്പോൾ 10,000 രൂപയാണ് പ്രിൻസിപ്പൽ ഡെറ്റർ കടമെടുത്തിരിക്കുന്നതെങ്കിൽ ആ 10,000 രൂപയ്ക്കും ഷുവർട്ടിക്ക് ക്രെഡിറ്ററോട് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ ഡെറ്ററിനുള്ള അതേ ബാധ്യത തന്നെ ഷുവർട്ടിക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരു ക്രെഡിറ്റർക്ക് പ്രിൻസിപ്പൽ ഡെറ്ററുടെ കയ്യിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട്, മുതൽ, പലിശ, നഷ്ടപരിഹാരം എന്നിങ്ങനെ എന്തെല്ലാം തുകകൾ തിരിച്ചു പിടിക്കാമോ അല്ലെങ്കിൽ വീണ്ടെടുക്കാമോ അതെല്ലാം ഒരു ഷുവർട്ടിയിൽ നിന്നും ക്രെഡിറ്റർക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. A gave a guarantee to B for the repayment of the loan from C. C എടുത്ത ഒരു വായ്പയ്ക്ക് A എന്ന് പറഞ്ഞ വ്യക്തി Bക്ക് ഗ്യാരണ്ടി കൊടുക്കുകയാണ്, ഉറപ്പ് കൊടുക്കുകയാണ്, തിരിച്ച് കൊടുത്തുകൊള്ളാമെന്ന്. അപ്പോൾ ഡ്യൂ ഡേറ്റ് ആയപ്പോൾ C ആ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ C എത്ര തുകയാണോ വായ്പ എടുത്തിരിക്കുന്നത് ആ മുഴുവൻ തുകയും, പലിശ, നഷ്ടപരിഹാരം, ഇതെല്ലാം എയിൽ നിന്ന് ഈടാക്കാൻ ബിക്ക് സാധിക്കും. ഇതാണ് ഒരു ഷുവർട്ടിയുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത കോ എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത്, സമവ്യാപ്തം അല്ലെങ്കിൽ തുല്യമാണെന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ക്യാൻ ഓൾസോ ബി ലിമിറ്റഡ്. The surety may, by an agreement with creditor, limit his liability to a fixed amount. In such a case, the surety's liability will not be more than fixed by him. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിക്ക് തൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത വേണമെങ്കിൽ പരിമിതപ്പെടുത്താം. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഷുവർട്ടി ക്രെഡിറ്ററുമായി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടണം, ഒരു ധാരണയിലെത്തണം. അതായത് ഒരു നിശ്ചിത തുക, ഒരു ഫിക്സഡ് എമൗണ്ടിന് തൻ്റെ ഗ്യാരണ്ടി അഥവാ ഉറപ്പ് പരിമിതപ്പെടുത്താം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഡെറ്റർ കടം തിരികെ കൊടുത്തില്ല എങ്കിൽ ഷുവർട്ടി ക്രെഡിറ്ററുമായി എത്ര തുകയ്ക്കാണോ ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ തുക മാത്രം ഷുവർട്ടി കൊടുത്താൽ മതിയാകും.
ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് നോക്കാം. A gave a loan of rupees 10,000 to B at C's request and C gave a guarantee to A for the repayment of loan by B up to rupees 7,000. On the due date, B failed to pay the whole amount of loan. Here C is liable only to the extent of rupees 7,000. ഈ ഉദാഹരണത്തിൽ സിയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം എ എന്ന് പറഞ്ഞ വ്യക്തി ബിക്ക് 10,000 രൂപ കടം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്നത് ക്രെഡിറ്ററും ബി പ്രിൻസിപ്പൽ ഡെറ്ററും സി ഗ്യാരണ്ടി നൽകുന്ന ഷുവർട്ടിയുമാണ്. പക്ഷേ സി ഇവിടെ ഗ്യാരണ്ടി നൽകിയപ്പോൾ ബി കടമെടുത്ത 10,000 രൂപയ്ക്കുമല്ല ഗ്യാരണ്ടി നൽകിയത്, പകരം 7,000 രൂപയ്ക്കാണ് ഗ്യാരണ്ടി നൽകിയത്. ഇത് എയും സിയുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ്, അതായത് ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് 7,000 രൂപയ്ക്ക് ഗ്യാരണ്ടി നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ, തിരിച്ചടക്കേണ്ട തീയതി ആകുമ്പോൾ ബി മുഴുവൻ തുകയായ 10,000 രൂപ കൊടുത്തില്ല എങ്കിൽ സിയുടെ ലയബിലിറ്റി, അതായത് ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 10,000 രൂപയല്ല, മറിച്ച് 7,000 രൂപ മാത്രമായിരിക്കും. കാരണം ഇവിടെ ഷുവർട്ടി തൻ്റെ ലയബിലിറ്റി അവിടെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്, ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഷുവർട്ടിക്ക് തൻ്റെ ലയബിലിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യാം? പരിമിതപ്പെടുത്താം, ലിമിറ്റ് ചെയ്യാം. തേർഡ് പോയിന്റ്, the liability of the surety arises immediately on default of the principal debtor. The surety becomes liable to pay the amount of guarantee to the creditor as soon as the default is committed by the principal debtor. However, the surety cannot be asked to pay unless the debtor has committed the default. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിക്ക് ബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി വരുന്നത് ഒരു പ്രിൻസിപ്പൽ ഡെറ്റർ താൻ കടമെടുത്ത തുക തിരിച്ചടയ്ക്കാൻ വീഴ്ച വരുത്തുമ്പോഴാണ്, ഡിഫോൾട്ട് വരുത്തുമ്പോൾ മാത്രമാണ്. മാത്രമല്ല, പ്രിൻസിപ്പൽ ഡെറ്റർ വീഴ്ച വരുത്തുന്നില്ല എങ്കിൽ ഷുവർട്ടിയോട് ക്രെഡിറ്റർക്ക് ഗ്യാരണ്ടി തുക അല്ലെങ്കിൽ താൻ ഉറപ്പ് നൽകിയ തുക പേ ചെയ്യാൻ അല്ലെങ്കിൽ അടയ്ക്കാനായിട്ട് നിർബന്ധിക്കാനും പറ്റുകയില്ല. Fourth point, the liability of surety where the original contract between creditor and principal debtor is void or voidable. Where the original contract between the creditor and principal debtor is void, that is, where the principal debtor is not competent to contract, the surety will remain liable as if surety was principal debtor. Similarly, where the original contract is voidable at the option of the principal debtor, the surety is liable to the creditor. നാലാമത്തെ പോയിന്റിൽ വിശദീകരിക്കുന്നത്, ഒരു ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കരാർ വോയിഡ് ആയാൽ അല്ലെങ്കിൽ വോയിഡബിൾ ആയാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധു ആയാൽ അല്ലെങ്കിൽ അസാധുവാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഷുവർട്ടിക്ക് എന്ത് ബാധ്യതയാണ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ നാലാമത്തെ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരു ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കരാർ അസാധുവായാൽ, വോയിഡ് ആയാൽ, എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഡെറ്റർ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള യോഗ്യത ഇല്ലാത്ത വ്യക്തിയായാൽ ഷുവർട്ടിക്കായിരിക്കും ആ കരാറിൽ ബാധ്യത ഉണ്ടായിരിക്കുന്നത് ക്രെഡിറ്ററോട്. കാരണം അവിടെ ഷുവർട്ടിയെ പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ആ കോൺട്രാക്റ്റ് മുന്നോട്ട് പോകും. അപ്പോൾ ഷുവർട്ടി തീർച്ചയായിട്ടും കടമെടുത്ത തുകയ്ക്ക് ലയബിളാകും അല്ലെങ്കിൽ ബാധ്യസ്ഥനാകും. ഇതേപോലെ തന്നെ ഇനി ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റ് അസാധുവാകാൻ സാധ്യതയുണ്ടെങ്കിൽ, വോയിഡബിൾ ആകാൻ സാധ്യതയുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഷുവർട്ടിയെ പ്രിൻസിപ്പൽ ഡെറ്ററായി കണക്കാക്കിക്കൊണ്ട് ആ കടമെടുത്ത തുക തിരിച്ചു കൊടുക്കാൻ ഷുവർട്ടിക്ക് ബാധ്യതയുണ്ടായിരിക്കും. ഇതാണ് ഈ നാലാമത്തെ പോയിന്റിലൂടെ വ്യക്തമാകുന്നത്. Fifth point, the liability of the surety is secondary. In view of the nature of a contract of guarantee, the liability of the surety to pay arises only on the default of the principal debtor. The primary liability to pay money to creditor is to the principal debtor. So, the liability of the surety is secondary. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെറ്റർ
താൻ കടമെടുത്ത തുക തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ മാത്രമാണ് ഒരു ഷുവർട്ടിക്ക് ബാധ്യത ഉണ്ടാവുന്നത്. ഇത് നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രൈമറി ലയബിലിറ്റി, അതായത് ക്രെഡിറ്റർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള പ്രാഥമികമായ ബാധ്യത എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർക്കാണ്, ഷുവർട്ടിക്കല്ല. അപ്പം അതുകൊണ്ട് ഷുവർട്ടിയുടെ ലയബിലിറ്റി സെക്കൻഡറി ആണ്, രണ്ടാമതേ വരുന്നുള്ളൂ. ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർക്ക് തന്നെയാണ്. ഷുവർട്ടിയുടെ ലയബിലിറ്റി രണ്ടാമത് മാത്രമാണ് ഉള്ളത്. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്ത നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി എന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ കോളേജിൻ്റെ യൂട്യൂബ് ചാനലായ ബോസ്കോ ക്യാമ്പസ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.